പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് അതിക്രൂരമർദ്ദനമെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തൽ. 3 ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകാതെയാണ് പ്രതികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ടും സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചെന്നും കണ്ടെത്തി. സിദ്ധാർത്ഥിന്റെ മരണശേഷം കുടുംബം ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്നതാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തൽ. കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനമെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തി. 3 ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകാതെയാണ് പ്രതികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ടും സിദ്ധാർത്ഥിനെ ഉപദ്രവിപ്പിച്ചെന്നും കണ്ടെത്തി. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ആൾക്കൂട്ട വിചാരണയ്ക്കും കൊടിയ മർദ്ദനത്തിനും ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിനെ 3 ദിവസം ഹോസ്റ്റലിൽ നേരിടേണ്ടി വന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പീഡനങ്ങളാണ്. ഹോസ്റ്റലിലെ 21 നമ്പർ മുറി, നടുമുറ്റം, വാട്ടർ ടാങ്കിന്റെ പരിസരം, ക്യാമ്പസിലെ കുന്ന് എന്നിവിടങ്ങളിലെല്ലാം എത്തിച്ച് പ്രതികൾ മർദ്ദിച്ചു. ബെൽറ്റ് ഉപയോഗിച്ച് നടത്തിയ മർദ്ദനത്തിനൊപ്പം പലതവണ ചവിട്ടി നിലത്തിട്ടു. മുടിയിൽ പിടിച്ച് വലിക്കുകയും കവിളത്ത് പലതവണ അടിക്കുകയും വയറിലും നെഞ്ചിലും ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു. പ്രതികൾ മാത്രമല്ല, ഹോസ്റ്റലിലെ മറ്റു വിദ്യാർത്ഥികളെ കൊണ്ടും സിദ്ധാർത്ഥിനെ ഉപദ്രവിപ്പിച്ചു. ഉറങ്ങിക്കിടന്നവരെ പോലും വിളിച്ചുണർത്തി സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ആവശ്യപ്പെട്ടു. മടിച്ചവരെ ഭീഷണിപ്പെടുത്തി. ചിലർ സിദ്ധാർത്ഥിനെ അടിച്ച ശേഷം കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. വിദ്യാർത്ഥികളെ നടുമുറ്റത്തേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം സിദ്ധാർത്ഥിനെ നഗ്നനാക്കി മർദ്ദിച്ചു. നിലത്തെ അഴുക്കുവെള്ളം തുടപ്പിച്ചു. 16-ാം തീയതി തുടങ്ങിയ മർദ്ദനം കടുത്തപ്പോൾ സിദ്ധാർത്ഥൻ കടും കൈ ചെയ്തേക്കുമെന്ന തോന്നലിൽ 17-ന് രാത്രി മുഴുവൻ പ്രതികൾ കാവലിരുന്നു. എന്നാൽ 18-ന് രാവിലെ സിദ്ധാർത്ഥിനെ വലിയ കുഴപ്പമില്ലെന്ന് വിലയിരുത്തിയ സംഘം ഉച്ചവരെ വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. പിന്നാലെയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 98 വിദ്യാർത്ഥികളാണ് അന്വേഷണ സംഘത്തിനു മുൻപിൽ മൊഴി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.